അമൃതങ്ങളെയൊക്കെ സ്നേഹിക്കുമ്പോൾ അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നു, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നമുക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു തആല പറയുന്നു, അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് ഒരു ഭയവുമില്ല, ഒരു സങ്കടവുമില്ല, ഒരു ദുഃഖവുമില്ല എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറയുകയാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളെ ചേർത്ത് പിടിച്ച ആളുകൾക്കും അത് തന്നെയാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളെ ചേർത്ത് പിടിച്ചാൽ ആ ഭയവും ആ സങ്കടവും ആ ദുഃഖവും ആ ഡിപ്രഷനും ഒന്നും ചേർത്ത് പിടിച്ച ആളുകൾക്കും ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെയൊക്കെ ജീവിതത്തിൽ ചേർത്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ചേർക്കേണ്ടത് അവരുടെ ജീവിതം കാണിച്ചു തന്ന രീതിയിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ്. ആ രീതിയിലുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മമ്പ്രന്തങ്ങളെ കുറിച്ച് പഠിക്കണം. ഇവിടെ ദാറുൽ ഹുദക്ക് കീഴിലായിട്ടുകൊണ്ട് മമ്പ്രന്തങ്ങൾ ഹെറിറ്റേജ് സെന്റർ ഒക്കെ വന്നത് അതിനു വേണ്ടിയാണ്. തങ്ങളുടെ ജീവിതം പഠിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ രാജ്യത്ത് പല രീതിയിൽ പല പേരുകളിലായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന മാർഗം, അവിടുന്ന് താബിഈങ്ങൾ അങ്ങനെ നമ്മുടെ മുൻകഴിഞ്ഞു പോയ ഉലമാക്കളും ഉമറാക്കളും നമുക്ക് കാണിച്ചു തന്ന ഇസ്ലാമിനെ, ആശയാദർശങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് പല പേരുകളിലായിക്കൊണ്ട് ചില ആളുകൾ നിരീശ്വരവാദം എന്ന് പറഞ്ഞു വരും, ചില ആളുകൾ സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞു വരും, ചില ആളുകൾ കമ്മ്യൂണിസം എന്ന് പറഞ്ഞു വരും. അങ്ങനെ വ്യത്യസ്ത പേരുകളിലായിക്കൊണ്ട് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ചിഹ്നങ്ങളെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ, അവർക്കെതിരെ നമ്മൾ പോരാടേണ്ടത് അവരുടെ ഭാഷയിലോ അവരുടെ നാണയത്തിലോ അല്ല. നേരെമറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നത്, ജീവിച്ച് കാണിച്ചു തന്നതാണ് ഖുർആൻ. ഒരു പുസ്തകമായിട്ട് വെറുതെ ഇറക്കി തന്നതല്ലല്ലോ, ജീവിച്ച് കാണിച്ചു തന്നതാണ്. ആ ജീവിതത്തിൽ സംവാദം കൊണ്ടല്ല, നേരെമറിച്ച് നബി തങ്ങളുടെ ജീവിതം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ഒരു സംസാരിക്കുന്ന മുസ്ലിമിലുപരി ഒരു ജീവിക്കുന്ന മുസ്ലിമായി മാറാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ.